ഹലോ, ഇവിടെ ആരും ഇല്ലേ? ആ മോളെ, കോയക്കാന്റെ വീടല്ലേ? വാപ്പ മരിച്ചിട്ട് 2 വർഷമായല്ലോ. അറിയാം മോളെ, വാപ്പ മരിച്ചപ്പോ ഞാനിവിടെ വന്നിരുന്നു. ആരായിരുന്നു? മോനെ, വാപ്പാന്റെ ഒരു കൂട്ടുകാരനാ. അല്ല മോനേതേനു? ഞാൻ മകനാണ്, ഇതെന്റെ സിസ്റ്ററാണ്. നിങ്ങൾ കയറിയിരിക്കും. ഇല്ല മോനെ, കയറി ഇരിക്കാനൊന്നും നേരമില്ല, ഒരുപാട് സ്ഥലത്ത് പോവാനുള്ളതാ. അല്ല മോനെന്നാ ചെയ്യുന്നേ? ഞാൻ ദുബായിൽ എഞ്ചിനീയറാണ്, ഇപ്പൊ ലീവിന് വന്നതാ. പിന്നെ ഈ വരുന്ന 22-ാം തീയതി എൻ്റെ പയറ്റാണ് ഇവിടെ കൂരാച്ചുണ്ട് ബ്യൂട്ടി കഫേ ഹോട്ടലിൽ വെച്ചിട്ട്. എന്ത് പയറ്റ്? വാൾപ്പയറ്റോ? അല്ല മോനെ, പണം പയറ്റ്. ഞാനും മോൻ്റെ വാപ്പയും തമ്മിൽ ഈ പണം പയറ്റ് മൂപ്പർ എനിക്കൊരു 1500 റുപ്യ കണക്ക് തരാനുണ്ടേനു. നിങ്ങൾ വാപ്പയായിട്ട് ഇടപാടുണ്ടെങ്കിൽ അത് വാപ്പയായിട്ട് തീർക്കുക, അല്ലാതെ. അല്ല മോനെ, അതിനിപ്പോ മോന്റെ വാപ്പ ജീവിച്ചിരിപ്പില്ലല്ലോ. അല്ല, നിങ്ങൾക്ക് വാപ്പ പൈസ തരാനുണ്ട് എന്നെന്താ ഉറപ്പ്? മോനെ, നമ്മളെ മാതാപിതാക്കൾ മരിച്ച് മയ്യത്ത് നിസ്കാരവും കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഉസ്താദ് പറയും, ഈ മയ്യത്തിന്റെ മേലെ എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ ഈ നിൽക്കുന്ന മക്കൾ ഏറ്റെടുക്കുമെന്നും ഈ മയ്യത്ത് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പൊരുത്തപ്പെട്ടു കൊടുക്കണമെന്ന്. സാമ്പത്തികമായ ബാധ്യതകളെ മക്കൾ തീർക്കുന്നു, വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ചെയ്തു പോയത് മറ്റുള്ളവരും പൊരുത്തപ്പെടും എന്നും വിചാരിച്ചിട്ടാണ് ഓരോ മയ്യത്തും ഖബറിലേക്ക് നീങ്ങുന്നത്. എൻ്റെ അറിവിലുണ്ടല്ലോ, മോൻ്റെ വാപ്പ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ ഒരാൾക്കു പോലും ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യനാ. വാപ്പ മരിച്ചപ്പോ വാപ്പാന്റെ എല്ലാ ബാധ്യതകളും മോനാണ് ഏറ്റെടുത്തതെന്നാണ് എൻ്റെ ഒരു അറിവ്. അതൊക്കെ പള്ളിയിൽ നിന്ന് ഉസ്താദ് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതൊക്കെ ഒരു ചടങ്ങല്ലേ. നിങ്ങൾക്കിപ്പോ ഒരു 1500 രൂപയല്ലേ തരാനുള്ളത്? അതിനെത്ര വർത്താനൊന്നും പറയേണ്ട ആവശ്യമില്ല. വെറുതെ പയറ്റെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കാൻ നോക്കണ്ട. മോളെ, നിങ്ങൾക്കിപ്പം മുന്തിയ ജോലിയുണ്ട്, വലിയ വീടുണ്ട്, വലിയ കാറുണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഗൾഫിൻ്റെ പണം വരുന്നതിന് മുമ്പുണ്ടല്ലോ, ഇവിടെ എങ്ങനെയാ ജീവിച്ചതെന്ന് മക്കൾക്കറിയോ? ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തൊരു കാലം, കൂട്ടാൻ വെക്കാൻ പൈസ ഇല്ലായിട്ടുണ്ടല്ലോ. ഞാളെ ഉമ്മമാര് ചോറിൽ വെള്ളം ഒഴിച്ച് തന്നിട്ട് കഞ്ഞിയാന്ന് പറഞ്ഞിട്ട് ഞാളെ കുടിപ്പിക്കുന്നൊരു കാലം. ബർഗറും പിസ്സയും അൽഫാമും മാത്രം തിന്ന് ജീവിക്കുന്ന മക്കൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവൂല മക്കളെ. നിങ്ങളിപ്പം പുച്ഛിച്ച ഈ പയറ്റുണ്ടല്ലോ, ഇതിന് ചില നാടുകളിൽ കുറിക്കല്യാണം എന്ന് പറയും. എൻ്റെ ഓർമ്മയിൽ മോളടക്കം മോളെ വാപ്പാക്ക് 3 പെൺകുട്ടികളാ. പൊന്നിനും പണത്തിനും കണക്ക് പറഞ്ഞ് പെൺകുട്ടികളെ വെറും വിൽപ്പന ചരക്കാക്കുന്ന ഒരു കാലത്ത് കോയ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എടാ ഞാൻ എങ്ങനെയാടാ എൻ്റെ 3 പെൺകുട്ടികളെ എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി വിടുക. മോളെ വാപ്പാൻ്റെ കണ്ണെന്നൊഴുകുന്ന കണ്ണീർ തുടച്ച് ഈ നെഞ്ചത്ത് ചേർത്ത് പിടിച്ചിട്ടാ ഞാൻ കോയ ആശ്വസിപ്പിച്ചത്. 100 രൂപ തികച്ചെടുക്കാൻ വകയില്ലാത്ത ഗൾഫ്